കരിന്തണ്ടൻ കാട്ടിത്തന്ന വഴികളിലൂടെ കോടമഞ്ഞും ചുരവും താണ്ടി നാം എത്തുന്നത് തലമുറകളുടെ ചരിത്രവും സാംസ്കാരികതയും ഉറങ്ങിക്കിടക്കുന്ന വയനാടിന്റെ മണ്ണിലേക്കാണ്. വയനാടൻ ചരിത്രത്തിന്റെ ഏടുകൾ മറിക്കുമ്പോൾ നാം ചെല്ലുന്നത് പഴശ്ശിത്തമ്പുരാന്റെയും അദ്ദേഹത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് പടവെട്ടിയ പഴശ്ശിപ്പടയുടെ പ്രധാന പടത്തലവന്മാരിൽ ഒരാളായിരുന്ന അമ്പുനായരുടെ പിൻതലമുറകൾ താമസിച്ചിരുന്ന പുഴമുടി തറവാടിന്റെയും അധ്യായങ്ങളിലേക്കാണ്. തറവാടിന്റെ ഐശ്വര്യമുന്നതിയിലെത്തിക്കുന്നത് അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. 700ഓളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കിരാതമൂർത്തിയാണ്. ഇത് കിരാതമൂർത്തിൻ്റെ വിഗ്രഹമാണ്. അതിങ്ങനെ അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാൻ വേണ്ടി ശിവൻ ആട്ടാള രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ അർജുനുമായിട്ട് യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ അർജുനെ ചവിട്ടി തള്ളിയിട്ട് നിൽക്കുന്ന രൂപമാണ് ഇവിടെ നിന്ന്. അപ്പം പകുതി ശിവനും പകുതി കിരാതമൂർത്തിയായിട്ട്. അത് ആ പുഴമുടിയിൽ നിന്ന് ഇവിടെ പേര് വരാൻ കാരണം മുടിയിൽ പുഴയുള്ള ആളായിട്ട് മാറുന്ന സമയമാണ്. തലമുറകളുടെ ജനനവും മരണവും സാക്ഷ്യം വഹിച്ചവയാണ് പുഴമുടി തറവാടിന്റെ ഓരോ തൂണുകളും. അതിനാൽ തന്നെ ധാരാളം പഴംപുരാണങ്ങളും പുരാതന വസ്തുക്കളും ഇപ്പോഴും ഇവിടെയുണ്ട്. പണ്ട് മുതലേ പഴയ ചരിത്ര കഥകൾ പലതും അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പഴശ്ശിരാജാവിനെ ഇവിടുത്തെ പഴയ കാരണവർ രക്ഷിച്ചതായിട്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും എല്ലാം പറയാൻ പറ്റുന്ന ആൾക്കാരില്ല.